പീരുമേട്ടിലെ ആദിവാസി സ്ത്രീ സീത മരിച്ച സംഭവം കാട്ടാനയുടെ ആക്രമണത്തിലെന്ന ഡിവൈഎസ്പിയുടെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നിഗമനം. 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ വിശദമായ റിപ്പോർട്ട് എസ്പിക്ക് കൈമാറും. റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് BSc നഴ്സിംഗ്, ഫിസിയോതെറാപ്പി, BSc റേഡിയോഗ്രഫി തുടങ്ങിയ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 97 88 88 95 95 എന്ന നമ്പറിൽ ബന്ധപ്പെടേണ്ടതാണ്. നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കൂ. തിരവയം നഴ്സിംഗ് കോളേജ്, പെരിയകുളം, തേനി. കഴിഞ്ഞ ജൂൺ മാസം 13-ാം തീയതിയാണ് മലബണ്ടാര വിഭാഗത്തിൽപ്പെട്ട ആദിവാസി സ്ത്രീ സീത 42 മരണപ്പെട്ടത്. അന്നേ ദിവസം സീതയുടെ ഭർത്താവ് ബിനു ഇവരുടെ 2 മക്കളും ഉച്ചകഴിഞ്ഞ് 2 മണിയോട് കൂടിയാണ് വനത്തിനുള്ളിൽ വനവിഭവങ്ങൾ ശേഖരിക്കുന്നതിന് വേണ്ടി പോകുന്നത്. പിന്നീട് തിരിച്ചെത്തുന്നത് വൈകിട്ട് 5 മണിയോടുകൂടി സീതയുടെ ചേതനയറ്റ ശരീരവുമായാണ്. തുടർന്ന് ഭർത്താവിനോട് ഈ വിവരം അന്വേഷിച്ചപ്പോൾ കാട്ടാനയുടെ ആക്രമണത്തിലാണ് സീത മരണപ്പെട്ടത് എന്നാണ് ഭർത്താവ് ബിനു പോലീസിലടക്കം പറഞ്ഞിരുന്നത്. എന്നാൽ സംഭവം വിവാദമാവുകയും വാർത്തയാവുകയും ചെയ്തിരുന്നു. ഇതിന് കാരണം പീരുമേട് താലൂക്ക് ആശുപത്രിയിലെ ഫോറൻസിക് സർജൻ പുറത്തുവിട്ട മൊഴിയാണ്. കാട്ടാനയുടെ ആക്രമണത്തിൽ അല്ല സീതയ്ക്ക് പരിക്കേറ്റത്, മറിച്ച് കൊലപാതകം ആവാം എന്നായിരുന്നു സർജൻ പുറത്തു പറഞ്ഞത്. എന്നാൽ രേഖകളിൽ ഇത് പറഞ്ഞിട്ടുമില്ല. തുടർന്ന് 15-ാം തീയതി ഫോറൻസിക് വിദഗ്ധർ ഉൾപ്പെടെ സ്ഥലത്തെത്തി പരിശോധന നടത്തുകയും തെളിവുകൾ ശേഖരിക്കുകയും ചെയ്തിരുന്നു. പല തവണകളിലായി സീതയുടെ ഭർത്താവ് ബിനുവിനെയും 2 മക്കളെയും പോലീസ് ചോദ്യം ചെയ്യുകയും ചെയ്തു. ബിനു ഇക്കാര്യത്തിൽ ഉറച്ച മൊഴിയിൽ തന്നെയാണ് അവസാനം വരെ നിന്നിരുന്നത്. പോലീസിനും ഫോറസ്റ്റിനും അതോടൊപ്പം തന്നെ ആരോഗ്യവകുപ്പ് ഡോക്ടർക്കും കൃത്യമായ നിഗമനത്തിൽ എത്താൻ കഴിഞ്ഞിരുന്നില്ല. തുടർന്ന് ഇടുക്കി എസ്പിയുടെ നിർദ്ദേശപ്രകാരം പീരുമേട് ഡിവൈഎസ്പി വിശാൽ ജോൺസന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിനെ ഈ കേസ് അന്വേഷിക്കുന്നതിന് വേണ്ടി നിയോഗിച്ചിരുന്നു. സംഭവം നടന്ന് 1 മാസം പിന്നിടുമ്പോൾ പോലീസ് അവസാനം എത്തി നിൽക്കുന്നത് കാട്ടാനയുടെ ആക്രമണത്തിൽ തന്നെ സീത കൊല്ലപ്പെട്ടു എന്നാണ്. ഇതിന് പോലീസ് പറയുന്ന വിശദീകരണം ഇങ്ങനെ: പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിൽ സീതയുടെ ശരീരത്തിൽ ഉണ്ടായ പരുക്കുകൾ കാട്ടാനയുടെ ആക്രമണത്തിൽ ഉണ്ടായതാണ്. സീതയെ സംഭവം നടന്നു എന്ന് പറയുന്ന തോട്ടാപുര വനത്തിനുള്ളിലെ മീൻമുട്ടി അരുവിക്ക് സമീപത്തു നിന്നും വനത്തിന് പുറത്തേക്ക് എടുത്തുകൊണ്ടുവരുന്ന വഴിയിൽ ബിനുവും സീതയുടെ മക്കളും താങ്ങിപ്പിടിച്ചാണ് കഴുത്തിന് പരിക്കേറ്റിരിക്കുന്നത്. ഇതോടൊപ്പം വാരിയെല്ലുകൾ ഒടിഞ്ഞതും കാട്ടാനയുടെ ആക്രമണത്തിലും കൂടാതെ ഇവർ ചുമന്നുകൊണ്ടുവരുന്ന വഴിയിലും ഉണ്ടായി. ഇതുകൊണ്ട് തന്നെ സീതയുടെ മരണം കാട്ടാനയുടെ ആക്രമണത്തിലാണ് എന്ന നിഗമനത്തിൽ പോലീസ് എത്തുകയാണ് ഉണ്ടായത്. വരുന്ന 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ ഡിവൈഎസ്പിക്ക് കീഴിലുള്ള പ്രത്യേക അന്വേഷണ സംഘം എസ്പിക്ക് വിശദമായ റിപ്പോർട്ട് കൈമാറുകയും ചെയ്യും. ന്യൂസ് ബ്യൂറോ, പീരുമേട്.